നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിതാ നമ്മുടെ മദ്യനയത്തിലേക്ക് പോവാം. കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതരം മദ്യനയമാണ് ഇത്തവണ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കറിയാം, ഫ്രീസർ എന്ന് പറയുന്ന ഒരു മദ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും മദ്യം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പൊതു രീതി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മുടെ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഇപ്പോൾ നമുക്കറിയാം. മുസ്ലിം ലീഗുകാർ പറഞ്ഞത്, അപ്പം അവർ ഉയർത്തുന്നൊരു വാദം, അല്ലെങ്കിൽ UDF ഉയർത്തിയൊരു വാദം എന്നല്ല, കോൺഗ്രസ് ഉയർത്തിയൊരു വാദം എന്ന് പറഞ്ഞാൽ അത് വീര്യം കുറഞ്ഞ മദ്യമല്ലേ, അത് കച്ചവടം ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് പറയുന്നു. ഇതുമൂലം ഖജനാവിന് 600 കോടിയുടെ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം, എന്നും കോൺഗ്രസിനെ കഴിഞ്ഞ 2016 കാലഘട്ടത്തിലും ഇപ്പോൾ നിലവിലും ഏറ്റവും കൂടുതൽ വരിഞ്ഞു മുറുക്കുന്നത് മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ 2016 വരെയുള്ള 11 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ 2015 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ മദ്യനയവും ബാർക്കോഴ അഴിമതിയും. ഈ ബാർക്കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി, KM മാണി, അതോടൊപ്പം തന്നെ K ബാബു, ഇവർക്കെല്ലാവർക്കും ഇതിനകത്ത് കൈയുണ്ടായിരുന്നുവെന്നും ഇവർക്കൊക്കെ പണം ധാരാളമായി വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും ഒരു പ്രമുഖ ബാർ ഉടമയായ ബിജു രമേശ് പ്രസ്താവിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് വലിയ വിവാദം ഉണ്ടാകുന്നത്. അദ്ദേഹം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം പറഞ്ഞ പൈസ കൊടുത്തു, പിന്നീട് അതിൻ്റെ അന്വേഷണം വരുന്നു. പക്ഷേ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അതിവിദഗ്ധമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം, അദ്ദേഹം പോലും അറിയാതെ, KM മാണി പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിജിലൻസ് റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളെയും ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഫ്രീസ് എന്ന് പറയുന്ന ബക്കാടിയുടെ ഒരു മദ്യം, ആ മദ്യത്തിൻ്റെ പുറത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 50% നികുതി കുറച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. ഇത് റെഡി ടു ഡ്രിങ്ക് എന്ന് പറയുന്ന പേരിൽ ഒരു മദ്യം കൊണ്ടുവരുന്നു. ഇതിൽ ഇനിയും മുന്നണിയുമായി ആലോചിച്ച് അതിൻ്റെ ഒരു നടത്തിപ്പിനെ കുറിച്ച് പിന്നീട് ആലോചിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്ഥിരം VD സതീശൻ U-ടേൺ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പറഞ്ഞ വാക്കിന് വിലയില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്ന് നമുക്കെല്ലാവർക്കും ഈ കുറഞ്ഞ കാലയളവിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഇനിയും ഇത് മാത്രമാണോ? എന്തായിരുന്നു 2011 മുതൽ 16 വരെ ഉണ്ടായ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം? ഇപ്പം നമ്മൾ നോക്കുക, ഇവിടെ കഴിഞ്ഞ VD സതീശൻ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? 28 ബാറുകളുടെ സ്ഥാനത്ത് നിന്നും അത് 900-ലധികം ബാറുകളാക്കി ഉയർത്തിയവരാണ് മദ്യനയത്തെക്കുറിച്ചും മദ്യവർജനത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുന്നത് എന്ന് VD സതീശൻ സഭയിൽ പറഞ്ഞു. VD സതീശൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ അതാണോ കേരളത്തിൽ സംഭവിച്ചത്? അല്ലേ അല്ല. അപ്പോഴും നുണ കൊണ്ട് ഒരു സത്യത്തെ മറച്ചു പിടിക്കുകയാണ് VD സതീശൻ ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാനും ഉറപ്പിക്കാനും. കാരണം വേറൊന്നുമല്ല, എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ ഒരു മദ്യ പ്രശ്നം ഉണ്ടായി വന്നത്? അതായത് ബാർക്കോഴയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു മദ്യ പ്രശ്നം ഉണ്ടായി വന്നതിന് കാരണം എന്താണ്? അതിന് പ്രധാനപ്പെട്ട കാരണം, ഇന്ന് ആരാണോ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശനെതിരായി കരുക്കൾ നീക്കുന്നത് അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത്, അതായത് മുന്നണിയിൽ കൂടിയാലോചന നടത്തിയിട്ടില്ല, കോൺഗ്രസിന് പാർട്ടിക്കുള്ളിൽ കൂടിയാലോചന നടത്താതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇന്ന് ബൈറ്റ് നൽകിയിരിക്കുന്ന ആളിൻ്റെ പേര് VM സുധീരൻ എന്നാണ്. അതായത് 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു KPCCയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ VM സുധീരനെ സംബന്ധിച്ചിടത്തോളം സുധീരൻ ഒരു മദ്യ വിരോധിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ എന്താണ്, ഘട്ടം ഘട്ടമായി കേരളത്തിൽ അടുത്ത 10 വർഷമായി കേരളത്തിൽ മദ്യനിരോധനം 2011 തീരുമാനമാണ്. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം തീർപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ചില ബാറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പം ഇത് പ്രകാരം ഏകദേശം 418 ബാറുകൾ അടച്ചുപൂട്ടണം, അല്ലെങ്കിൽ അവയെ നിലവാരം കുറഞ്ഞ 418 ബാറുകൾ അടച്ചുപൂട്ടണം എന്നൊരു നിർദ്ദേശം അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന VM സുധീരന്റെ ഭാഗത്ത് നിന്നും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പൊതുവെ ഈ മദ്യനിരോധനം നടപ്പിലാക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. തന്നെയുമല്ല, ഇങ്ങനെ നടപ്പിലായി കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതായത് ഒന്ന്, ബാർ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന ഒരു വലിയ തൊഴിലാളികളും അവരുടെ തൊഴിൽ നട്ടം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നതിലൂടെ സംസ്ഥാനത്തിനുണ്ടാകുന്ന ഒരു വരുമാനത്തിൻ്റെ നഷ്ടവും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ടാക്സുകൾ, നികുതി ഇനത്തിൽ ലക്ഷറി ടാക്സ് അടക്കമുള്ള അബ്കാരി ടാക്സ് അടക്കം ഈ ടാക്സുകൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് കുറയാനുള്ള ഒരു വലിയ സാധ്യത കൂടി ഉമ്മൻചാണ്ടി വിലയിരുത്തി. പക്ഷേ ഇവിടെ എന്തായിരുന്നു വേണ്ടത്? അദ്ദേഹം പറയാൻ നിലവാരം കുറഞ്ഞ 418 ബാറുകൾ അടച്ചുപൂട്ടുക എന്നുള്ളതായിരുന്നു VM സുധീരൻ ഉയർത്തിയ ആവശ്യമെങ്കിൽ VM സുധീരനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ VM സുധീരനെ മനഃപൂർവ്വം അടിച്ച് ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു? 5 സ്റ്റാർ
ക്ലാസിഫിക്കേഷനിൽ താഴെയുള്ള എല്ലാ ബാറുകളും അടച്ചുപൂട്ടുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഉമ്മൻചാണ്ടി പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു. ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷവും പാർലമെന്ററി പക്ഷവും തമ്മിലുണ്ടായ ഒരു വലിയ സംഘർഷത്തിന്റെ അല്ലെങ്കിൽ വലിയ തമ്മിത്തല്ലിന്റെ ഒരു മകുടോദാഹരണമായി നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അങ്ങനെ സംഭവിച്ചപ്പോൾ ഈ സുധീരൻ പറഞ്ഞ 418 ബാറുകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നിട്ട് ഈ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? 730 ബാറുകളാണ് കേരളത്തിൽ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് വന്നത്. അപ്പോൾ അതായത് 5 സ്റ്റാർ ഫെസിലിറ്റി ഇല്ലാത്ത ബാറുകളെല്ലാം അടച്ചുപൂട്ടിയേക്കൂ എന്ന് പറയുന്ന തീരുമാനം വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ അടച്ചുപൂട്ടിയ ബാറുകൾ പിന്നീട് ബിയർ വൈൻ പാർലറുകളാക്കി കൺവെർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതാണ് ശരിക്കും സംഭവിച്ചത്. അതായത് ഈ പറയുന്ന 713 ബാറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 713 ബാറുകൾ 5 സ്റ്റാർ ഫെസിലിറ്റി ഇല്ലാത്ത അതെല്ലാം അടച്ചുപൂട്ടി. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്തു? ഇതിനെ അപ്പോൾ പിന്നെ അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യം എന്താ? ഇതൊരു പുതിയ തുടക്കമാണ്. അടുത്ത 10 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി നമ്മുടെ സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ നിരോധനം ഉണ്ടാകും, അല്ലെങ്കിൽ മദ്യലഭ്യത കുറയ്ക്കും എന്നുള്ളതായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി എടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നിട്ട് ഇതിനെതിരായി അപ്പോൾ ബിയർ വൈൻ പാർലർ തുടങ്ങി. അപ്പോൾ ഇവിടെ VM സുധീരൻ അതിനെക്കുറിച്ച് പറഞ്ഞത് മദ്യലോബിക്ക് കീഴടങ്ങിക്കൊണ്ട് ഇവിടെ മദ്യനയം അട്ടിമറിക്കുകയാണ് ഈ നമ്മുടെ ഇദ്ദേഹം, അതായത് ഉമ്മൻചാണ്ടി ചെയ്തത് എന്ന് പറയുന്ന ഒരു വലിയ വാദം കൂടി VM സുധീരൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മറവിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നിർബന്ധപ്രകാരം ഇവിടുത്തെ ജനഹിതം അട്ടിമറിച്ച സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് എന്ന് പറയുന്ന വളരെ വിചിത്രമായ ഒരു വാദഗതിയിലേക്ക് VM സുധീരൻ കടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അറിയാം, നമ്മുടെ സംസ്ഥാനത്ത് അപ്പോഴും ഈ അടച്ചുപൂട്ടപ്പെട്ട 713 ബാറുകളും ബിയർ പാർലറുകളായി ഓപ്പൺ ചെയ്തു തുടങ്ങിയിരുന്നു. ബിയർ വൈൻ പാർലറുകളായി മാറി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ മദ്യം എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും കൂടുതൽ ലഭിച്ചുകൊണ്ടിരുന്നത് ബിയർ വൈൻ എന്നീ രൂപത്തിലായിരുന്നു എന്ന് ഒരുമാതിരിപ്പെട്ട മദ്യപന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വീണ്ടും അദ്ദേഹം, അതായത് 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുന്ന കാലത്ത് അപ്പം VM സുധീരൻ പറഞ്ഞിരുന്നത് എന്താ? ഒരു കാരണവശാലും നിലവാരം കുറഞ്ഞ ഇത്തരം ബാറുകൾക്ക്, അതായത് 713 കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഈ ബാറുകൾക്ക് അല്ലെങ്കിൽ 418 ഒരു കാരണവശാലും അവർക്കിനിയും അനുമതി കൊടുക്കരുത്, ലൈസൻസ് പുതുക്കി കൊടുക്കരുത് എന്ന് പറയുന്ന ശക്തമായ ഒരു നിർദ്ദേശം കൂടി VM സുധീരൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ അങ്ങനെയല്ല ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുന്ന സമയത്ത് എന്ത് ചെയ്തു? കുറച്ച് ബാറുകൾക്ക് കൂടി ഈ പറയുന്ന ബിയർ വൈൻ പാർലറിനുള്ള അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ 713 എന്ന് പറയുന്ന കണക്കിൽ നിന്നും അത് 800 ചില്ലുവാനം അല്ലെങ്കിൽ 730 എന്ന് പറയുന്ന കണക്കിൽ നിന്നും അത് 813 എന്ന് പറയുന്ന എണ്ണത്തിലേക്ക് കുതിച്ചുയരുന്ന സാഹചര്യവും 2016 കൂടി സംഭവിച്ചു. ഇത് പറയാൻ കാര്യം ഇവിടെ പറഞ്ഞ എന്താണ്? ഈ VD സതീശൻ പോലും സഭയിൽ പറഞ്ഞ എന്താ? 28 ബാറുകൾ മാത്രമായിരുന്ന കാലത്തിൽ നിന്നും, ഉമ്മൻചാണ്ടിയുടെ കാലത്തിൽ നിന്നും ഇന്ന് 900-ലധികം ബാറുകളുടെ വർധനവായി നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് മദ്യവിരുദ്ധതയെക്കുറിച്ച് പറയുന്നത്, മദ്യലഭ്യത നശിപ്പിക്കുന്നതിനെ കുറിച്ച് LDF സർക്കാർ മദ്യനയത്തെക്കുറിച്ച് LDF സർക്കാർ പറയുന്നതെന്നാണ്. എന്നാൽ ഇവിടെ അതാണോ? ഈ ഫ്രീസർ എന്ന് പറയുന്ന, നമുക്കറിയാം മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5-6 കോടി രൂപയുടെ അഴിമതിയാണ് അന്ന് കേരളത്തിൽ നടന്നിരുന്നതെങ്കിൽ, എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതാണോ സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിൻ്റെ ലഭിക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു വലിയ മദ്യക്കമ്പനിയിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്ന 600 കോടി രൂപ നഷ്ടം വരുത്തിക്കൊണ്ട്, അപ്പോൾ മറ്റുള്ള ഒരു കമ്പനിക്ക്, ബക്കാഡി പോലെയുള്ള ഒരു കമ്പനിക്ക് ഈ ഇങ്ങനെ ഇത്രയും വലിയൊരു ലാഭം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് എത്ര പോയിട്ടുണ്ടാകുമെന്ന് നമുക്കൊരു സാധാരണ മനുഷ്യന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഉമ്മൻചാണ്ടി നടത്തിയത് ബാർ ഉടമകളുമായിട്ടാണ് ഡീലെങ്കിൽ, ഇവിടെ VD സതീശൻ നടത്തിയ ഡീൽ എങ്ങനെയാണ്? സതീശൻ നടത്തിയിരിക്കുന്നത് മദ്യ നിർമ്മാണ കമ്പനിയുമായിട്ടാണ് ഡീൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സർക്കാർ കൊടുത്തതാണോ? ഇതിനു മുൻപ് 2023 ഈ പറയുന്ന ബക്കാഡി കമ്പനി ഇങ്ങനെ ഒരു അപേക്ഷ LDF സർക്കാരിന്റെ കൈവശം കൊടുത്തിട്ടുണ്ടായിരുന്നു. സർക്കാർ തൽക്കാലം അത് നോക്കാതെ വെച്ചിരുന്ന കാര്യമാണെന്നേ. അതിനുശേഷം വളരെ എളുപ്പത്തിൽ നടത്തിയ ഒരു തീരുമാനം, ശരവേഗത്തിലാണ് ഇതിന്റെ ഫയൽ നീക്കം നടന്നത് എന്ന് അതിന്റെ ഫയൽ നീക്കത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയ ഒരു തുകയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ 5 കോടിയോ 6 കോടിയോ ലഭിക്കുന്നതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ആ ഒരു നേട്ടം ഇതിന് വരുത്തുന്നതിന് വേണ്ടി മാത്രമാണോ ഇങ്ങനെ ഒരു മദ്യനയം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്? അല്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറെന്തൊക്കെയോ നിഗൂഢ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് എന്നുള്ളത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ.
ഇനി പറഞ്ഞു വരുന്ന ഒരു കാര്യം, പിന്നീട് ഈ പറഞ്ഞ പോലെ 900-ലധികം ബാറുകളാണോ സർക്കാർ തുടങ്ങിയിരിക്കുന്നത്? അല്ല. ഇവിടെ ഇന്ന് നിലവിൽ ഇപ്പോൾ ഉള്ളത് ഈ പറയുന്ന കുറച്ച് ബാറുകൾ കൂടി ചേർത്തിട്ട് ഈ പറയുന്ന 800-ലധികം, അതായത് ഈ അന്ന് കഴിഞ്ഞു പോയ എങ്ങനെ ബാറുകളായെന്ന് ചോദിച്ചാൽ 813 ബാറുകൾ അല്ലെങ്കിൽ ബിയർ വൈൻ ഷോപ്പുകൾ നമ്മുടെ കഴിഞ്ഞു പോയ UDF സർക്കാർ ഇവിടെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഈ പൂട്ടിപ്പോയ ഇത്രയും ബാറുകൾ, 700-ലധികം ബാറുകൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അതായത് നിലവിൽ ബിയർ വൈൻ പാർലറുകളായി നിന്ന ആ ബാറുകളെല്ലാം തിരികെ 3 സ്റ്റാർ ഫെസിലിറ്റി അല്ലെങ്കിൽ 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനിലേക്ക് ചേഞ്ചായി. അവരവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും അതോടുകൂടി ഇവർക്ക് ആ രീതിയിൽ വരികയും ഇവരുടെ ലൈസൻസ്, ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചിരുന്ന അത്രയും ബാറുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ബിയർ വൈൻ ഷോപ്പുകൾ മാത്രം കൺവെർട്ട് ചെയ്ത് അത് ബാറുകളായി മാറുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് കേരളത്തിൻ്റെ ഒരു മദ്യനയം ഇവിടെ രൂപീകരിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെയാണ് ഇന്ന് VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സതീശൻ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന, നമുക്കറിയാം തങ്ങൾ പോലും പറഞ്ഞു വീര്യം കുറഞ്ഞ മദ്യത്തിനല്ലേ? അല്ല, വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിലും മദ്യമല്ലേ എന്നാണ് മുസ്ലിം ലീഗിന്റെ തങ്ങൾ ചോദിച്ചിരിക്കുന്നത്, ശിഹാബ് തങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ പോലും ഘടകകക്ഷികൾക്കിടയിൽ പോലും വിരുദ്ധ അഭിപ്രായമുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ഒരു നീക്കം നടത്താൻ VD സതീശൻ ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും ചെറുക്കപ്പെടേണ്ടതാണ്. തന്നെയുമല്ല, ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അന്വേഷിക്കപ്പെടുകയും ശിക്ഷ നൽകേണ്ടതുമാണ് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ പറയുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.